ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ആദ്യത്തെ പാഠമാണ്. ഓക്കെ, ആദ്യം നമുക്കിവിടെ 6ാം ക്ലാസ് തുടങ്ങുന്നത് തന്നെ ഒരു പോയമിലൂടെയാണ്, ഒരു ബാലഗീതമാണ് നമുക്ക് യൂണിറ്റ് എടുക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഓക്കെ, ബാദൽ ദാനി. എല്ലാവർക്കും ഹായ്. എ അമ്മു സ്ട്രീംസ് ഹായ്. ജാസ്മിൻ ഷാനവാസ് ഹായ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് പോയം നമ്മുടെ യൂണിറ്റ് തുടങ്ങുന്നതിന് ഒരു പോയത്തിലൂടെയാണ്. ഓക്കെ, ബാദൽ ദാനി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബാദൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം. ബാദൽ ദാനി, അതായത് മേഘത്തോട് എന്തോ ദാനം ചെയ്യുന്ന കാര്യം പറയാ. മേഘം എന്തായിരിക്കും നമുക്ക് ദാനം ചെയ്യുന്നത്? മേഘം നമുക്ക് എന്താ തരുന്നത്? മഴയാണ് തരുന്നത് അല്ലെ? സോ മഴയുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണിത്. ഓക്കെ, മഴ നമുക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ അതിനോടൊപ്പം തന്നെ മഴയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു നല്ലൊരു ബാലഗീതമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഈ ഒരു പോയം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് പേജിൽ നമുക്ക് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയേ. നമ്മുടെ പോയം തുടങ്ങുമ്പോൾ, നമ്മുടെ 6th സ്റ്റാൻഡേർഡിൽ തുടങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റ് പേജിൽ എന്താ ഇവിടെ കാണിക്കുന്നത്? ഇക്കായി ഏക് ജീവൻ ബരസ്താ ഹെ ഐസാ ക്യൂ കേത്തെ ഹെ. അതായത് ഇവിടെ നമുക്ക് പിക്ചറിൽ എന്തൊക്കെയാ കാണാൻ പറ്റുന്നത്? ഒരു ലടുക്കയുണ്ടല്ലേ, പിന്നെന്തുണ്ട്? ഒരു ലടുക്കിയുണ്ട്, അതുപോലെ യെസ് മോർ. മോർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? പീകോക്ക് ഉണ്ട് അല്ലെ, മയിലുണ്ട്, മാനുണ്ട്, ഹിരണുണ്ട്, മേണ്ടക് തവളയുണ്ട്, സാപ്പുണ്ട് അല്ലെ, പാമ്പ്, പിന്നെ ഖർഗോഷ്, അങ്ങനെ ഒരുപാട് പക്ഷിയൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു പിക്ചറിൽ. ഇവരെല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമല്ലോ, ഒരു പിക്ചറിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഹായ്. മുജീബ് എം കെ ഹായ്. മുബീന, റഫീഖ് എല്ലാവർക്കും ഹായ് കേട്ടോ. അപ്പൊ നമ്മള് ക്ലാസ് തുടങ്ങിയേ, ഇനി ഹായ് ഇല്ല കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കാണാമല്ലോ, ഈ ഒരു ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്? കുട്ടികളുണ്ട്, അതിനോടൊപ്പം പക്ഷി മൃഗാദികളൊക്കെ ഉണ്ട് അല്ലെ. അവരെല്ലാവരും എങ്ങോട്ടാ നോക്കുന്നത്? നോക്കിയേ, മേഘത്തിന്റെ അടുത്തേക്കാണ് നോക്കുന്നത് അല്ലെ, ക്ലൗഡ്സിനെ നോക്കുവാണ്. എന്തിനായിരിക്കും നോക്കുന്നത്? മഴ പെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുക അല്ലെ. നോക്കിയേ, എങ്ങനെയാ മേഘം ഇരിക്കുന്നത്? ഇരുണ്ടിരിക്കുകയാണ് അല്ലെ, മേഘമെല്ലാം ഇരുണ്ടിരിക്കുകയാണ്, അവർ മഴയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഓക്കെ, സോ പാനി നഹി ബരസ്താ ഹെ ജീവൻ. അതായത് ഇവിടെ എന്താ പറയുന്നത്? പെയ്യുന്നത് മഴയല്ല, പെയ്യുന്നത് എന്താണ്? ജീവനാണ്. അതായത് മഴ എത്ര ഇമ്പോർട്ടന്റ് ആണ്, ജലം നമുക്ക് എത്ര ആവശ്യമാണെന്നാണ് പറയുന്നത്. ജീവൻ, നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് എന്താണ്? മഴയാണ് അല്ലെ, ജലമാണ്. ഓക്കെ, ജലമില്ലാത്തൊരു ജീവൻ നമുക്ക് നയിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു പോയം നമുക്ക് ആരാ തന്നിരിക്കുന്നത്? ബാബുലാൽ ശർമ്മ പ്രേം. ഇദ്ദേഹത്തിന്റെ കവിതയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹിന്ദി के बाल कविता का सशक्त हस्ताक्षर बाबूलाल शर्मा प्रेम का जन्म 1 मई उत्तर प्रदेश के दरदोई जिले के നെവാദ മേ ഹുവ. അതായത് ഇദ്ദേഹം എവിടെ ജനിച്ചത്? ഉത്തർപ്രദേശിലെ ഹർദോയി എന്ന ജില്ലയിലാണ്. 1935 മെയ് 1 തീയതിയാണ് അദ്ദേഹം ജനിച്ച കാര്യമൊക്കെ പറയണം. ഉത്തർപ്രദേശുകാരനാണ്. ആഞ്ചൽ കെ ഫൂൽ ആപ്ക പ്രഥം ഗീത് സംഗ്രഹം. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സംഗ്രഹമാണ് എന്ത്? കെ ബാദൽ, ഫിർ ഹസേംഗെ ഫൂൽ, ടക് ടക്കെ കി ഗീത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കഹാനിയുടെ കൃതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം കവിതയും കഥയും എല്ലാം ഇദ്ദേഹം എഴുതുന്നുണ്ട്. കുട്ടികളുടെയാണ് കൂടുതലും അദ്ദേഹം എഴുതുന്നത്. ബാൽ കവിത എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, സോ നമ്മുടെ കവി ആരാന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ. അതാണ് നമ്മുടെ കവി. ഈ ഒരു കവിത നമുക്ക് തന്നിരിക്കുന്നത് ബാബുലാൽ ശർമ്മ. അദ്ദേഹത്തിനെ വിളിക്കുന്നത് പ്രേം എന്നും അദ്ദേഹത്തിന് പെറ്റ്നെയിം ആയിരിക്കും. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന എങ്ങനെയാണ്? പ്രേം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ കവിതയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാദൽ ദാനി. നോക്കിയേ, चम चम चमकी बिजली रानी में घटा सुहानी, बादल दानी बादल खूब जमाजम बरसो पानी. ഇവിടെ നോക്കി, ഇവിടെ കവിതയില് ബാദൽ ദാനി ഈ ഒരു ലൈന് നമുക്ക് എല്ലായിടും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താ? ചംചം ചംകെ ബിജ്ലി റാണി. ചംചം തിളങ്ങുന്ന, ആരാ തിളങ്ങുന്നത്? യെസ്, മിന്നലടിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, മിന്നലടിക്കുമ്പോൾ കുട്ടി ആകാശത്ത് എന്താ കാണുന്നത്? മിന്നൽ പിണരുകൾ നല്ല സുന്ദരമായിട്ട് കാണാൻ പറ്റും. മേഘങ്ങൾ ആകാശത്ത് ഇങ്ങനെ ഇരുണ്ട്. ബാദൽ ദാനി ഖൂബ് ജമാജം ബർസോപാനി. അതായത്
എന്ത് പറയാ ഇവിടെ കുട്ടികൾ മേഘത്തിനോട് പറയുക തിമിർത്ത് പെയ്യൂ എന്നാണ് കുട്ടികളോട് പറയുന്നത്. നല്ല ഖൂബ് ജമാജം എന്ന് പറഞ്ഞതാണ് നല്ല രീതിയിൽ തിമിർത്ത് പെയ്യാനാണ് മേഘത്തിനോട് പറയാ, മഴ പെയ്യാൻ പറയാ. പ്യാസി ചിടിയ പ്യാസി ഗയ്യ കാലി ഹേ സബ് താൽത്തലയ്യ. അതായത് പക്ഷികള് അതുപോലെ പശുക്കൾ തുടങ്ങിയ എല്ലാ ജീവജാലങ്ങളും എന്താണ്, വെള്ളം കിട്ടാതെ വലയുകയാണ്. അവരെല്ലാം പ്യാസിയാണ്, അവരെല്ലാരും ദാഹിച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നോക്കിയേ ചെറുതും വലുതുമായ എല്ലാ ജീവികൾക്കും എന്ത് വേണം, ജലം ആവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലെ. സുഖേ ഘാട്ട് പടി ഹെ നയ്യ ഹുയി മച്ലിയോക്കോ ഹെറാനി. അതായത് സുഖേ ഘാട്ട് എന്ന് പറഞ്ഞ എന്താണ്, യെസ് നദികളൊക്കെ വറ്റിപ്പോയത് കൊണ്ട് എന്ത് പറ്റി, വെള്ളമില്ലാത്തത് കൊണ്ട് നമ്മുടെ വള്ളം ബോട്ടൊക്കെ എവിടെയാണ്, കടവിൽ കിടക്കുകയാണ്. നയ്യ എന്ന് പറഞ്ഞ എന്താണ്, ബോട്ട്. ഹുയി മച്ലിയോക്കോ ഹെറാനി, അതായത് മീനുകൾക്കെല്ലാം വെള്ളമില്ലാതെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ബാദൽ ദാനി ബാദൽ ദാനി, അല്ലയോ മഴമേഘമേ ഒന്ന് ദയവായി പെയ്യൂ എന്നിവിടെ കുട്ടികൾ പറയുക. ഓക്കെ, സോ ഇവിടെ ഒരു വരൾച്ചയുടെ ഒരു കാലമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലെ. വരൾച്ചയില് മഴയുടെ ആവശ്യത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, മഴ നമുക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ്. മഴയില്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രമാണോ, എല്ലാ ജീവജാലങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. സോ ജലത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ കാണുന്നത്. ഓക്കെ, സോ ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ആരെയൊക്കെ കാണാൻ കഴിയുന്നത്, ലടുക്ക ലടുക്കി മേണ്ടക് എല്ലാം ഉണ്ടല്ലേ. സെക്കൻഡ് പിക്ചർ നോക്കിയേ, ഇവിടെ ആരൊക്കെയുള്ളത് നോക്കിയൊന്ന്. ഇവിടെ മഴ പെയ്യുന്നതായിട്ടാ കാണിക്കുന്നത് അല്ലേ. യെസ്, ഇവിടെ ആരെയൊക്കെയാ ചിത്രം കൊടുത്തിരിക്കുന്നത്, ഇവരെയൊക്കെ നിങ്ങൾക്ക് പറയാൻ അറിയാമോ? ഹിന്ദിയിൽ എന്താ പറയുന്നത്? മങ്കിയെ നമ്മൾ എന്താ ഹിന്ദി പറയുന്നത്? കൊക്കിനെ എന്താ നമ്മൾ ഹിന്ദി പറയുന്നത്? അറിയാമോ നിങ്ങൾക്ക്? യെസ്, ഫിഷ് ഉണ്ട്, തുമ്പിയുണ്ട്, എല്ലാരും ഉണ്ടല്ലേ. അവരൊക്കെ മഴ പെയ്തതിന്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലേ. सागर से भर भर जल लाते गांव गांव में रस बरसाते सब जीवों की प्यास बुझाते धरती हो जाती है धानी बादल दानी बादल दानी. ഇവിടെ എന്താ പറഞ്ഞ, സാഗർ എന്ന് പറഞ്ഞതാണ് സമുദ്രം. സമുദ്രത്തിൽ നിന്ന് എന്ത് കൊണ്ടുവരാൻ പറയാണ്, ജലം കൊണ്ടുവന്ന് ഗ്രാമങ്ങളിൽ മഴ പെയ്യിക്കാൻ ഇവിടെ പറയുക. ഓക്കെ, മേഘങ്ങളോട് കുട്ടികളും എല്ലാവരും എന്ത് പറയാ, മേഘങ്ങളോട് പറയാണ് സമുദ്രത്തിൽ നിന്ന് ജലം എടുത്ത് എവിടെ പെയ്യിക്കാനാണ്, ഗാവ് ഗാവ്. ഗാവ് എന്ന് പറഞ്ഞ എന്താണ്, ഗ്രാമങ്ങളിലേക്ക് മഴ പെയ്യിക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സബ് ജീവോ കി പ്യാസ് ബുജാത്തെ, അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിക്കാനാണ് പറയുന്നത്. ധർത്തി ഹോ ജാത്തി ഹെ ധാനി ബാദൽ ദാനി ബാദൽ ദാനി. അതായത് ധർത്തി, നമ്മുടെ ഭൂമി പോലും എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്, മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാ ജീവജാലങ്ങളും ദാഹം ശമിപ്പിക്കാൻ ഭൂമിയിൽ പച്ചപ്പ് നിറയ്ക്കൂ എന്ന് പറയുകയാണ്. ഓക്കെ, ഫസൽ ദാൻ കി ഖേത്തോ മെഹക്കെ രാഹ് ഘാട്ട് ഹരിയാലി ലഹക്കെ. അങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്, മഴയുടെ വരവോടുകൂടി എന്താ പറ്റുന്നത്, പാടങ്ങളിലൊക്കെ യെസ് വിളകളുടെ സുഗന്ധം പരന്നു തുടങ്ങും അല്ലെ. മെഹക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, സുഗന്ധം. ഖേത്തോ മെഹക്കെ എന്ന് പറഞ്ഞാല് വിളകളുടെ സുഗന്ധം ഇങ്ങനെ പാടത്തെല്ലാം പരന്നു തുടങ്ങി. രാഹ് ഘാട്ട് ഹരിയാലി ലഹക്കെ, അതായത് എന്താ ഇവിടെ പറയുന്നത്, ഘാട്ട് എന്ന് പറഞ്ഞ കടവ്. കടവിലേക്കുള്ള വഴികളിൽ പച്ചപ്പ് കാറ്റിൽ ഇളകി ആടി. ഇതൊക്കെ എപ്പോഴാ സംഭവിക്കുന്നത്, മഴ പെയ്യുമ്പോഴാണ് അല്ലെ. മൻ കിസാൻ കാ ഗായെ ചഹക്കെ, അതായത് ഇതൊക്കെ കാണുമ്പോൾ ആർക്ക് ഭയങ്കര സന്തോഷമാണ്. കിസാൻ എന്ന് പറഞ്ഞ എന്താണ്, ഫാർമർ, കൃഷിക്കാരൻ അല്ലെ. കൃഷിക്കാരൻ, കർഷകർ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നു. ദേഖ് ദേഖ് മേഢോ തക് പാനി, അതായത് നോക്കി നിൽക്കെ തന്നെ വെള്ളം എവിടം വരെ കയറിയിട്ടുണ്ട്, യെസ് വരമ്പ് വരെ എത്തിയിട്ടുണ്ട്. മേടെന്ന് പറഞ്ഞ എന്താണ്, വരമ്പ് വരെ മഴവെള്ളം എത്തിയിട്ടുണ്ട്. ബാദൽ ദാനി ബാദൽ ദാനി ഖൂബ് ജമാജം പെർസോ പാനി, അല്ലയോ മഴമേഘങ്ങളെ നല്ലതുപോലെ മഴ പെയ്യുമെന്ന് പറയുക. കണ്ടോ, അപ്പം ഈ ഒരു സെക്കൻഡ് പേജിൽ നമ്മൾ കാണുന്ന എന്താണ്, മഴ പെയ്യുന്നതായിട്ടാണ് കാണുന്നത് അല്ലെ. മഴ പെയ്യുമ്പോൾ അവരും ഹാപ്പിയാണ്, കർഷകർ ഹാപ്പിയാണ്, എല്ലാ ജീവജാലങ്ങളും വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് അല്ലെ. സോ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കവിത. കൊച്ചൊരു കവിതയായിരുന്നു അല്ലെ. സോ ഈ ഒരു കവിതയുടെ മീനിങ്സ് ഒക്കെ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 6 പ്ലേലിസ്റ്റ് എടുത്ത് നോക്കണം. സ്റ്റാൻഡേർഡ് 6 പ്ലേലിസ്റ്റിൽ ഈ ഒരു കവിത ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മീനിങ്സും അതിനോടൊപ്പം ഈ കൊച്ചു കൊച്ചു ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എടുത്ത് കാണുക. ഞാൻ ഇതിന്റെ ലിങ്ക് ഇതിനോട് ലിങ്ക് ചെയ്യാം കേട്ടോ. ആ ഒരു ലിങ്ക് ഇതിലേക്ക് ചേർക്കാം. അടുത്ത് നോക്കിയേ, ഇവിടെ
ബാരിഷ് സെ കോൻ കോൻ ഖുഷ് ഹോത്തെ ഹെ. അതായത് മഴ കാരണം ആരൊക്കെ സന്തോഷിക്കുന്നത്? മഴ കാരണം എല്ലാവർക്കും സന്തോഷം അല്ലേ? ലടുക്ക, ലടുക്കി, മേണ്ടക്, പൗധ, ബതക്, ഹിരൺ, മച്ച്ലി, ബന്ദർ, എല്ലാവർക്കും സന്തോഷമല്ലേ? മഴ പെയ്യുമ്പോ ആർക്കും സന്തോഷമില്ലാത്തത്? യെസ്, കുരങ്ങനും. പിന്നെ ആർക്കൊക്കെയാ? രണ്ട് കുട്ടികളെ കണ്ടില്ലേ? ആൺകുട്ടി പെയ്യുമ്പോഴ് ഭയങ്കര സന്തോഷമാണ് അല്ലെ? ബതക് എന്ന് പറഞ്ഞ എന്താണ്? താറാവ്. ഹിരൺ എന്ന് പറഞ്ഞാല് മാന്. ഇവർക്ക് എല്ലാവർക്കും എന്താണ്? മഴ പെയ്യുമ്പോൾ സന്തോഷമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, താൽ ലേക്ക് സാത് ഗായേ. അതായത് ഈ ഒരു കവിത താളത്തിൽ പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ആ ഒരു താളത്തിൽ ലയത്തില് ട്യൂൺ ചെയ്ത് ഈ ഒരു കവിത നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് പാടി നോക്കണം കേട്ടോ. യഹ് ഗീത് കോൻ ഗാത്ത ഹോഗ. ഈ ഒരു കവിത ആരായിരിക്കും പാടുന്നത് ഇവിടെ? ഈ കവിത നമുക്കിവിടെ കാണുന്നുണ്ടല്ലോ. ഈ കവിത ഇവിടെ ആരായിരിക്കും പാടുന്നത്? രണ്ട് കുട്ടികളായിരിക്കും അല്ലെ? ലടുക്ക ഓർ ലടുക്കി, അവരായിരിക്കാം അല്ലെ? ഇസ്ക പ്രസംഗ് ക്യാ ഹോ സക്താ ഹെ. അതായത് ഈ ഗീതത്തിന്റെ സന്ദർഭം എന്തായിരിക്കും? എന്തായിരിക്കും പ്രസംഗം എന്ന് പറഞ്ഞാൽ സന്ദർഭം. ഏത് സന്ദർഭത്തിലായിരിക്കും ഈ ഒരു പാട്ട്, ഈ ഒരു കവിത അവർ പാടുന്നത്? സൂഖേക്ക് ബാദ് ബാരിഷ് കാ ആഗമൻ. അതായത് വരൾച്ചയ്ക്ക് ശേഷമായിരിക്കും അല്ലെ? മഴയുടെ വരവിനെ കാണിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെ? വരൾച്ച. വരൾച്ച എന്ന് പറയുമ്പോൾ എന്താണ്? എങ്ങും വെള്ളം കിട്ടാനില്ല അല്ലെ? എല്ലായിടവും വരൾച്ച. അപ്പം വരൾച്ചയുടെ ആ ഒരു സമയത്തെ മഴയ്ക്കായിട്ട് അവര് കാത്തിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പാടിയ കവിതയായിരിക്കാം. വഹാ കോൻ കോൻ ഹോങ്കി. ഈ ഒരു കവിതയിൽ ആരൊക്കെയുള്ളത്? യെസ്, എല്ലാവരും ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ലടുക്കയുണ്ട്, ലടുക്കിയുണ്ട്, മോറുണ്ട്, ബന്ദറുണ്ട്, മച്ച്ലി, പക്ഷി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം അല്ലെ? വേ ക്യാ ക്യാ കർത്തേ ഹോങ്കി. അവരൊക്കെ എന്ത് ചെയ്യാണ്? അവരൊക്കെ യെസ്, മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അല്ലെ? അടുത്ത ദൃശ്യ ഭാസ്കരെ അപ്നെ ദൃശ്യഭാസ്കെ ആധാർ പർ രംഗ് ഭരെ. അപ്പൊ നിങ്ങൾ ഈ കവിത കണ്ടല്ലോ. ഇനി ഈ കവിതയിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിഭിന്ന ദൃശ്യോക്ക മേൽ ഹെ. പല പല ദൃശ്യങ്ങൾ നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? നമ്മള് വരമ്പിന്റെ കാര്യം അല്ലെ? കർഷകൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന വരമ്പ്, നമ്മൾ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കത്തില്ലേ? അങ്ങനത്തെ നമുക്ക് ഓരോ ദൃശ്യങ്ങൾ നമുക്ക് ഈ കവിതയിലൂടെ കാണാം അല്ലെ? നോക്കിയേ, വള്ളം, ബോട്ട് കടവിലേക്ക് അടുപ്പിച്ചിട്ടേക്കുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെന്തൊക്കെയാ ഇവിടെ പറയുന്നത്? യെസ്, പശു, അവരൊക്കെ ദാഹിച്ചിരിക്കുകയാണ്. മച്ച്ലി, മീനിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അവരുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളുടെ ചിന്തയിൽ അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യണം? അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു വിഭിന്ന ദൃശ്യമൊക്കെ മേൽഹേ, പലതരം ദൃശ്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് നിറം കൊടുക്കണം. ആധാർ പർ രംഗ് ഭരെ. രംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇതില് എല്ലാം ഉണ്ടെങ്കിൽ 3 കോളത്തില് 3 സർക്കിൾസിൽ നിറം കൊടുക്കണം. ബഡിയ കിയാ ഹേ തോ 3 ഗോളോമി. അതായത് ഈ ഒരു കവിതയില് വിഭിന്ന ദൃശ്യം ഉണ്ടെങ്കിൽ, പലതരം ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 3 സർക്കിൾസിലും കളർ ചെയ്യണം. അച്ഛാ ഹേ തോ 2 ഗോളോമി. അതായത് കുഴപ്പമില്ല, 2 സർക്കിൾസിൽ കൊടുത്താൽ മതി, ഒരുപാട് ദൃശ്യങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ 2 എണ്ണം കൊടുത്താൽ മതി, 2 സർക്കിൾസിന് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് തോന്നുവാ, അത്ര ശരിയായില്ല, ഇച്ചിരൂടെ ഒക്കെ ദൃശ്യങ്ങൾ ചേർക്കായിരുന്നു, ഇച്ചിരൂടെ ഒക്കെ സീൻസ് ആഡ് ചെയ്തിരുന്ന ഈ കവിത ഇച്ചിരൂടെ കൊള്ളായിരുന്നു, ഇത് വലിയ രസമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സർക്കിളിൽ മാത്രം നിറം കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അതനുസരിച്ച് നിറം കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ബഡിയ കിയാ ഹേ തോ 3 ഗോലോമേ. നല്ല സൂപ്പറാണ്, എല്ലാ കാര്യവും ഉണ്ട് കവിതയില്, എങ്കിലും 3 സർക്കിൾസിനും അങ്ങ് നിറം കൊടുത്തേക്കണം. വിഭിന്ന ദൃശ്യമൊക്കെ മേൽ ഹേ. പലതരം ദൃശ്യങ്ങൾ ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ 3 സർക്കിൾസിന് നിറം കൊടുക്കുമല്ലോ, നിങ്ങൾ ചെയ്യുമല്ലോ അല്ലെ? സ്ഥാനോക്ക സിക്ർ ഹേ. ഓരോ സ്ഥാനങ്ങളെ കാണിക്കുന്നില്ലേ? പലതരം പല സ്ഥലങ്ങളെ കാണിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന് നിങ്ങൾക്ക് 3 സർക്കിൾസിന് നിറം കൊടുക്കാമല്ലോ. പിന്നെയോ, സബ്കി സക്രിയ ഭാഗീദാരി ഹേ. എല്ലാവരുടെയും, ഇവിടെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഓരോ ഭാഗമുണ്ടല്ലേ? അവർക്ക് ഓരോ പങ്ക് കവിതയിലില്ലേ? ഓരോരുത്തർക്കും ഉണ്ട്. പിന്നെയോ, ആലാപൻ ഓർ ദൃശ്യമേ താൽമേൽ ഹേ. അതായത് കവിതയുടെ ആലാപനത്തിലും ദൃശ്യത്തിലും എല്ലാം ഒരു സീക്വൻസ്, ഒരു താൽമേൽ ഉണ്ടല്ലേ? എല്ലാം താഴ്മേളത്തിലാണ്. അപ്പൊ നമുക്ക് അത് 3 സർക്കിൾസ് കൊടുക്കാം. നിങ്ങൾക്ക് അല്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം കൊടുത്താലും മതി കേട്ടോ. ആശയക്ക് സ്പഷ്ടത ഹേ. ആശയം എന്താണ് കവിതയുടെ? യെസ്, കവിതയുടെ ആശയം മഴയെ കുറിച്ചാണ്. അത് സ്പഷ്ടമായിട്ട് ഇവിടെ കാണിക്കുന്നില്ലേ? കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമുക്ക് 3 സർക്കിൾസിനും കൊടുക്കാം അല്ലെ? ആശയം നല്ല സ്പഷ്ടമായിട്ട് നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ നോക്കി, ലിഖി കിത്നെ ഗോളോമേ രംഗ് ഭര.
അപ്പൊ നിങ്ങളിപ്പോ കണ്ടത് വെച്ച് നിങ്ങളിപ്പോ സർക്കിൾസിനൊക്കെ നിറം കൊടുത്ത് കാണുമല്ലോ. അപ്പൊ എത്ര സർക്കിൾസിന് നിങ്ങൾ മൊത്തം നിറം കൊടുത്തിട്ടുണ്ട്? ആ സർക്കിൾസ് എല്ലാം ഒന്ന് കൗണ്ട് ചെയ്യണം. എത്ര സർക്കിൾസ് ആണോ നിങ്ങൾ, എത്ര വൃത്തങ്ങൾക്കാണോ നിറം കൊടുത്തിരിക്കുന്നത് അതൊന്ന് കൗണ്ട് ചെയ്തിട്ട് ദാ ഇവിടെ എഴുതണം. എഴുതുമല്ലോ, നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ഇതിനുശേഷം നമ്മളുടെ ഈ ഒരു കവിത തീരാറായിട്ടോ, ഇനി ഇച്ചിരി കൂടിയേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, അപ് നീച്ചേക്ക് പങ്ക്തിയാ പടേ. താഴെ കൊടുത്തിരിക്കുന്ന ഈ 2 വരികൾ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പങ്ക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ, ലൈൻസ്. പങ്ക്തിയ എന്ന് പറഞ്ഞാല് ലൈൻസ്. ഓക്കെ, ഓക്കെ. ചം ചം ചംകി ബിജ്ലി റാണി ഉട്ടി ഗഗൻ മേ ഘട്ടാ സുഹാനി. ഇത് നോക്കിയേ, റാണി, സുഹാനി. രേഖാങ്കിത് ശബ്ദോं की समानता क्या है? രേഖാങ്കിത് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ. അണ്ടർലൈൻ വേർഡ്സിന്റെ എന്ത് പ്രത്യേകതയുള്ളത്, തമ്മിൽ എന്ത് സാമ്യമാണുള്ളത്? യെസ്, 2 പേര് നോക്കിയ റൈമിംഗ് വേർഡ്സ് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇംഗ്ലീഷില് അല്ലെ? ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? റൈമിംഗ് വേർഡ്സ്, ഒരേപോലെ ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ. സൺ, ബൺ, റൺ, അങ്ങനെയൊക്കെ അല്ലെ? സോ ഇതെന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. റാണി, സുഹാനി. അതുപോലെ നോക്കിക്കേ, യെസ്, ഐസെ ജോഡെ ചുൻകർ ലിഖെ. ഇതുപോലത്തെ ജോഡികൾ, ഇതുപോലത്തെ പേഴ്സ് പോയത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറ്റും അല്ലേ? നിങ്ങൾ തന്നെ ചെയ്യുമല്ലോ. ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതണം കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങനത്തെ വാക്കിന് റൈമിംഗ് വേർഡ്സ് എന്നാണോ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്? അല്ല, ഹിന്ദിയിൽ നമ്മൾ എന്താ പറയുന്നത്? തുക്കാന്ത് ശബ്ദ്. എന്താ പറയുന്നത്? തുക്കാന്ത് ശബ്ദ്. എന്തൊക്കെയാ നോക്കിയ? റാണി, സുഹാനി, ദാനി, പാനി, ലാത്തെ, ബർസാത്തെ, മെഹക്കെ, ലഹക്കെ. ഇവരെല്ലാം എന്താണ്? തുക്കാന്ത് ശബ്ദാണ്. ഓക്കെ, സോ നെക്സ്റ്റ് പേജിലൂടെ നമ്മളുടെ ഈ ഒരു കവിത തീരെയാണ്. ഓക്കെ, സോ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? തുക്കാന്ത് ശബ്ദിനെ കുറിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റൈമിംഗ് വേർഡ്സിനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് പേജിലും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തുക്കാന്ത് ശബ്ദ് കവിതോക്കോ സുന്ദർ ബനാത്തെ ഹെ. ഇങ്ങനത്തെ തുക്കാന്ത് ശബ്ദം, അതായത് റൈമിംഗ് വേർഡ്സ് ആണ് കവിതയെ ഇച്ചിരി ബ്യൂട്ടിഫുൾ ആക്കുന്നത് അല്ലേ? ആ കവിതയ്ക്ക് ഒരു താളമേള കൊടുക്കുന്ന എന്താണ്? ആ ഒരു ട്യൂൺ കൊടുക്കുന്നതിന് എന്താണ്? അതിലെ റൈമിംഗ് വേർഡ്സ് ആണ് അല്ലെ? ഒരേ ശബ്ദത്തിൽ അവസാനിക്കും. ഓരോ വരികളും ഒരു പ്രത്യേക രീതിയിൽ അവസാനിക്കുമ്പോൾ അതിനെന്താണ്? ആ ഒരു കവിതയ്ക്ക് പ്രത്യേക രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ഒരു റിതം ഉണ്ടാവും അല്ലെ? ബാരിഷ് കാ മൗസം ഹേ ആയാ ഹം ബച്ചോ കെ മൻ കോ ഭായാ ഇൻ പങ്ക്തിയോ കെ തുക്കാന്ത് ശബ്ദ് പഹചാനെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ അണ്ടർലൈൻ കൊടുത്തിട്ടില്ല, ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങളപ്പം എന്ത് ചെയ്യാനോടെ പറഞ്ഞിരിക്കുന്നത്? ഈ 2 വരികളില് തുക്കാന്ത് ശബ്ദ റൈമിംഗ് വേർഡ്സ് തിരിച്ചറിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് അണ്ടർലൈൻ ചെയ്യാമല്ലോ. ഏതൊക്കെയാണ്? ആയ, ഭായ. ഉൻകെ നീച്ചെ രേഖ കീച്ചെ. യെസ്, അവരുടെ താഴെയായിട്ട് അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അടിവര ഇടാൻ. രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിവര. നീച്ചെ, നീച്ചെ രേഖ എന്ന് പറഞ്ഞാൽ അടിവര ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടിവര ഇടുമല്ലോ. ഹം ബി ഐസെ പങ്ക്തിയ ജോഡെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ വരികൾ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ റൈമിംഗ് വേർഡ്സ് വരുന്ന, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊച്ചു കൊച്ചു വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? റൈമിംഗ് വേർഡ്സ് ചേർത്ത് ഉള്ള വരികൾ തയ്യാറാക്കണം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ഓക്കെ, ബാരിഷ് കാ മൗസം ഹേ ആയാ ഹം ബച്ചോ കെ മൻ കോ ഭായാ. ഇവിടെ കണ്ടില്ലേ റൈമിംഗ് വേർഡ്സ് അല്ലേ? അപ്പൊ ഇതിനോട് ചേർത്ത്, അതായത് ബാരിഷ്, മഴയുടെ സീസൺ വന്നു, ഞങ്ങൾ കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷം, ഞങ്ങളുടെ മനസ്സുകൾക്ക് വളരെ സന്തോഷം എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ റൈമിംഗ് വേർഡ്സിൽ അവസാനിക്കുന്ന കുറച്ച് വരികളുടെ എക്സാമ്പിൾ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഴുതി ചേർക്കണം കേട്ടോ. ഉമഡ് ഉമഡ് കെ ബാദലായ ഖുബ് ജമാജം പാനിയിലായ താൽത്തലയ ഭർഭരായ मेंढक ने भी ताल बजाया हरा धान खेतों में पाया मोर ने भी नाच दिखाया. അപ്പൊ ഇവിടെ എല്ലാം ഞാൻ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ റൈമിംഗ് വേർഡ്സ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്നി പങ്ക്തിയോ കേസി രഹി. നിങ്ങൾ ഇപ്പൊ ചേർത്ത വരികളുണ്ടല്ലോ, നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത വരികൾ, അതെങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേസി ലഹി എന്ന് പറഞ്ഞ കേസി രഹി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? നമ്മുടെ ടിക്ക് മാർക്ക് കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സഹി കരി. സഹി, നമ്മൾ ടിക്കിന് എന്താ പറഞ്ഞ? സഹി എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചേർത്തിരിക്കുന്ന വരികൾ നല്ല അടിപൊളി വരികളാണെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ 2 തംസ് അപ്പ് കൊടുക്കാം. ഇവിടെ ടിക്ക് കൊടുക്കാം. ഇവിടെ
ആ കൊള്ളാം, നല്ലതാ എന്നുള്ള രീതിയിൽ ഗുഡ് ആണ് എങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് കൊടുക്കാം. കുഴപ്പമില്ല, ഗുഡാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ബാരിഷിനെ കുറിച്ച് സംബന്ധിത്താണോ എന്നൊരു സംശയം, കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കണം. മനസ്സിലായോ? ബാരിഷ് കെ സംബന്ധിത് ഹെ, നിങ്ങൾ ചേർത്ത വരികള് മഴയോട് അനുബന്ധിച്ചുള്ള വരികളാണോ? ആണോ? യെസ് ആണല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ടിക്ക് കൊടുക്കാലോ. താൽക്ക പാലൻ കിയാ ഹെ. യെസ്, താളം ഋതം ഉണ്ടോ നിങ്ങളുടെ ഈ ഒരു വരികൾക്ക്? ഉണ്ട്. നമ്മൾ തുക്കാൻ ശബ്ദമൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ? ഋതം ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ടിക്ക് ചെയ്യാലോ. തുക്ക പാലൻ കിയാ ഹെ. നോക്കിയേ, റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേക്കുക. നമ്മള് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ടിക്ക് കൊടുത്തൂടെ? കൊടുക്കാം അല്ലേ. പിന്നെന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ഉചിത് ഏവ് ആകർഷിക് ശീർഷക് ദിയാ ഹെ. ഓ, നല്ല അടിപൊളി ഒരു ഹെഡിങ്, ഒരു ഹെഡിങ് കൊടുക്കാനാ പറഞ്ഞത്. നമ്മൾ ഹെഡിങ് കൊടുത്തില്ല. നിങ്ങൾ ഹെഡിങ് കൊടുക്കുവോ? അപ്പൊ ഞാനിവിടെ ആയിരിക്കും ടിക്ക് ചെയ്യേണ്ടത്. ഞാൻ ഹെഡിങ് കൊടുക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കുമല്ലോ. ബാരിഷ് എന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അല്ലെ, മഴയുടെ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? മഴയെന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ എന്തെഴുതണം? ബാരിഷ് എന്ന് നിങ്ങൾ എഴുതുമല്ലോ. അങ്ങനെ നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് ടിക്ക് കൊടുക്കാം. ഓക്കെ, സോ ബാരിഷ് എന്ന് ഞാനിവിടെ ഇപ്പം എഴുതുവാണേ. ഓക്കെ, ഇവിടെ ബാരിഷ് എന്ന് എഴുതി. അപ്പം നമ്മളിവിടെ ബാരിഷ് എന്ന് ചേർത്തത് കൊണ്ട് നമുക്കത് ഡബിൾ തംസപ്പ് കൊടുക്കാം അല്ലെ. ഞാൻ അപ്പൊ ഇതിനൊരു ഹെഡിങ് കൊടുത്തു. അപ്പൊ നിങ്ങളും കൊടുക്കുമല്ലോ ഹെഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കണേ കേട്ടോ, ലാസ്റ്റ് കോളത്തില്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കവിത. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ളൊരു കവിതയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഇപ്പൊ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, എങ്കിലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അതുപോലെ ഇതിന്റെ മീനിങ്സ് എല്ലാം ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കാണാൻ മറക്കല്ലേ. ആ ഒരു ഭാഗം ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ ചേർക്കാം കേട്ടോ. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് ടൈം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് മീനിങ്സോ ക്വസ്റ്റ്യൻ ആൻസറോ എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നമുക്ക് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. സോ ബാക്കിയുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസും മാത്സും ഒക്കെ നമുക്ക് ഉടനെ ഓരോ ലൈവ് നടത്താം. സോ നിങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ലൈവ് നടത്താൻ ഒരിതുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരെയും ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ മറക്കല്ലേ. Okay, so bye.